ഹായ്, ഗുഡ് ഈവനിങ്. നമുക്ക് ഫസ്റ്റ് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്തതിനു ശേഷം നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം. കണ്ണുകളടച്ച് സ്വസ്ഥമായിരിക്കാം. ഇടത് കൈക്ക് മുകളിൽ വലതു കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് മണ്ഡലമുദ്രയിലിരിക്കാവുന്നതാണ്. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആരോഗ്യസ്ഥിതിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുക. നിങ്ങളിപ്പോൾ പൂർണ്ണ ഊർജ്ജസ്വലനാണ്. ഓരോ ദിവസവും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതും നിങ്ങൾ കൂടുതൽ ഉന്മേഷഭരിതനാകുന്നതും നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ശരീരത്തിന് ഉപകരിക്കുന്ന പോഷക ഗുണമുള്ള ഭക്ഷണമാണ് നിങ്ങൾ ആസ്വദിക്കുന്നത്. നിങ്ങളുടെ കുടുംബവും സുഹൃത്തുക്കളും നിങ്ങളുടെ ഉന്മേഷത്തെയും ശാരീരിക സൗന്ദര്യത്തെയും വല്ലാതെ പ്രശംസിക്കുന്നു. നിങ്ങളെല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നുണ്ട്. ശരീരം കൊണ്ട് ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലും ആരോഗ്യത്തിലും കൂടുതൽ തൃപ്തി നേടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് ശരീരം കൂടെ നിൽക്കുന്നു. കുറച്ചു സമയം നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാം. എൻ്റെ നല്ല ആരോഗ്യത്തിന് എനിക്ക് നന്ദിയുണ്ട്. ഓരോ ദിവസവും ഞാൻ കൂടുതൽ ആരോഗ്യം നേടിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ പൂർണ്ണമായും ഊർജ്ജസ്വലമായി കൊണ്ടിരിക്കുന്നു. എത്രയും കൂടുതൽ ഊർജം ഞാൻ ഉപയോഗിക്കുന്നുവോ അത്രയും കൂടുതൽ ഊർജം എനിക്ക് ലഭിക്കുന്നു. എനിക്ക് ആരോഗ്യമുള്ള ആത്മാവും മനസ്സും ശരീരവുമുണ്ട്. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തു വിട്ട ശേഷം മെല്ലെ കണ്ണുകൾ തുറക്കാം. മെഡിറ്റേഷൻ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തെന്ന് വിചാരിക്കുന്നു. ശരിക്കും നമ്മൾ നമ്മുടെ പല ക്ലാസ്സുകളിലും റെക്കോർഡിങ്ങിൽ യൂട്യൂബിലിടുമ്പോൾ മെഡിറ്റേഷൻ കട്ട് ചെയ്യാറുണ്ട്. ഈ മെഡിറ്റേഷൻ നമ്മൾ തൽക്കാലം കട്ട് ചെയ്യുന്നില്ല, കാരണം ഇതൊരു ഹെൽത്തിന്റെ മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ കൂടിയാണ് നമ്മുടെ മൈൻഡിലേക്ക് തരുന്നത്.
അതായത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എനിക്ക് വയ്യ, എനിക്ക് സുഖമില്ല, അല്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കുന്നേന്ന് പറഞ്ഞ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കും, ഇത് കേൾക്കുമ്പോൾ സുഖമില്ലാഞ്ഞിട്ടല്ലേ അങ്ങനെ പറയുന്നത്, അത്രയും ബുദ്ധിമുട്ടായിട്ടല്ലേ അങ്ങനെ പറയുന്നത് എന്ന്. ശരിക്കും ഞാനും പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വയ്യ, എനിക്ക് സുഖമില്ല, എനിക്ക് കിടക്കണം, എനിക്ക് തീരെ വയ്യാന്നിട്ട്. അതൊക്കെ ശരിയാണ്. സുഖമില്ലാഞ്ഞിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ പറയുന്നതും സുഖമില്ലാഞ്ഞിട്ടൊക്കെയാണ്. പക്ഷേ നമ്മളുടെ സബ് കോൺഷ്യസിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വയ്യ, 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 സുഖമില്ല, എനിക്ക് തീരെ വയ്യ, എനിക്ക് നടക്കാൻ പറ്റണില്ല, പറ്റണില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് ഓട്ടോമാറ്റിക്കലി അത് സേവ് ചെയ്യും. സേവ് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ആകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ചിലപ്പോൾ ചെറിയ വേദന, ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനയാകാം ചിലർക്ക്. പക്ഷെ എങ്കിലും നമ്മളിങ്ങനെ സബ് കോൺഷ്യസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അതിന്റെ അളവ് കൂടാനുള്ള സാധ്യതയല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? അതല്ല, എനിക്ക് വയ്യ, വയ്യ, വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസുഖം കുറഞ്ഞു പോകുന്നുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ തീരെ വയ്യ, സുഖമില്ല, സുഖമില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അസുഖം കുറഞ്ഞു വന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാകില്ലായിരിക്കും അല്ലേ? അതിനെന്താ കാരണം? നമ്മൾ തന്നെ. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നീ തന്നെയാണ് നിന്റെ ശത്രു. ഈ കാണുന്ന ഓരോ ആളുകളും വിചാരിക്കുക, ഞാനാണ് എന്റെ ശത്രു. ശരിയാണ്, ഞാനാണ് എന്റെ ശത്രു. എനിക്കെന്ത് നടക്കണോ, എനിക്കെന്ത് നടക്കണ്ടായോ എന്ന് തീരുമാനിക്കുന്ന ഞാനാണ്. ഈ ഞാനെന്ന അഹങ്കാരം കൊണ്ട് ദൈവമില്ലായ്മ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ആരോഗ്യം വേണം, നല്ല സമ്പത്ത് വേണം, നല്ല സമ്പാദ്യം വേണം. ഇതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം വേണം. അതിനോടൊപ്പം നമ്മളെ നമ്മൾ ശിക്ഷിക്കുന്നത് ഒഴിവാക്കിയാൽ മാത്രമല്ലേ നമ്മളിലേക്ക് എത്തിച്ചേരേണ്ട നല്ല കാര്യങ്ങൾ എത്തിച്ചേരുള്ളൂ. നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, നല്ല സുഹൃബന്ധങ്ങൾ, നല്ല ചുറ്റുപാടുകൾ, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വിചാരിക്കണം. ഈ നമ്മൾ വിചാരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാവുമല്ലേ? നമ്മൾ നന്നായിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ, പിന്നെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരിക്കും നമ്മൾ വിചാരിക്കണില്ല പല കാര്യങ്ങളും. അവിടെയാണ് നമ്മൾക്ക് തെറ്റുപറ്റുന്നത്, നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്ത്. അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ശത്രുവാണെന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർക്ക് വട്ടാണെന്ന് പറയും. അതെ, 100% ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നമ്മൾ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും നമ്മൾ തന്നെയാണ്. അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നായിരിക്കും അല്ലേ? ഞാനൊരു ചെറിയൊരു കഥ, ഞാനിത് റിയൽ ആയിട്ട് നടന്ന കാര്യമൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് ഒന്ന് എൻ്റെ ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെങ്കിൽ ക്ഷമിക്കണം. പേഴ്സണലി എനിക്ക് പറഞ്ഞേക്കാം, ഇങ്ങനൊന്നും മേലെ പറഞ്ഞേക്കരുത് ഡോക്ടറെ എന്ന് കേട്ടോ. അപ്പോ രണ്ട് സുഹൃത്തുക്കൾ, ഈ രണ്ടുപേരും കണ്ടാൽ ഭയങ്കര സ്നേഹമാണ്, പുറമേ ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഒരാൾക്ക് ഒരാളെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമാണ്, വല്ലാത്ത വെറുപ്പാണ്. അത് ജന്മനാ ഉള്ള വെറുപ്പല്ല, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവരുടെ ജീവിതത്തിലേക്ക് വന്നു കൂടിയതാണ്. എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം ഇവരിവരെ പതിയെ വെറുക്കാനും കഷ്ടപ്പെട്ട് സഹിക്കുന്നത് പോലൊരു ഫീലിംഗ് ആണ്. പക്ഷേ പുറമേ നോക്കുമ്പോഴത്തേക്ക് നല്ല ഫ്രണ്ട്സ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ കിട്ടാൻ പുണ്യം ചെയ്യണം, അതായത് ഈ ഒരു ജന്മത്തിൽ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടില്ല, ആ ഒരു രീതിയിലാണ് പുറമേ നോക്കുന്ന ആളുകൾ കാണുന്നത് അല്ലേ? അപ്പൊ ഈ ബെസ്റ്റ് ഫ്രണ്ടിന് തരം കിട്ടിയാൽ ഇയാളെ കൊല്ലും. അത്രയ്ക്ക് ദേഷ്യമുണ്ട് ഇയാൾക്ക് ഈ ബെസ്റ്റ് ഫ്രണ്ടിനോട്. പക്ഷേ അത് ഉള്ളിലാണ്, പുറമേ ഇല്ല. ഈ ഉള്ളിലുള്ള ഭദ്രകാളി പുറമെ വരണമെങ്കിൽ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ആ സാഹചര്യം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും ആ ഭദ്രകാളി പുറത്തേക്ക് വരും, അല്ലേ?
അപ്പൊ ഈ ഭദ്രകാളി ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ പുറമെ ഇത്തിരി മുത്തേ പഞ്ചാരി വാ യു ആർ ഗ്രേറ്റ് യു ആർ സോ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹമായിരിക്കും. ഈ ഭദ്രകാളി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ഈ ഭദ്രകാളിയെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നമുക്ക് കാണാമല്ലോ, നമുക്ക് ചേർക്കാമല്ലോ. അതിനെന്ത് ചെയ്യണം? ഈ ഭദ്രകാളിയുടെ നെഗറ്റിവിറ്റി നമ്മൾ ഇല്ലാതാക്കണം. അപ്പം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ നെഗറ്റിവിറ്റി ഇല്ലാതാക്കാന്ന് വെച്ചാൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പനിനീര് തളിച്ച് നല്ല ശുദ്ധിയാക്കി വൃത്തിയാക്കി ഉള്ളും പുറവും എല്ലാം വൃത്തിയാക്കി എടുക്കുക എന്നല്ലേ. വൃത്തിയാക്കി എടുത്ത പിന്നെ പെർഫെക്റ്റ് ആണ്. അങ്ങനെ കൊല്ലണം തിന്നണം അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഒന്നുമില്ല. നെഗറ്റീവ് നടക്കണം. അവർക്ക് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ അവർക്ക് സമ്പാദ്യം ഉണ്ടാക്കാൻ പാടില്ല, അവർക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ പാടില്ല, അവർക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊന്നും ആ ഉള്ളിലുള്ള ആള് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് വിചാരിക്കില്ല. നമ്മൾ ശുദ്ധിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒന്ന് അംഗീകരിച്ച് കെയർ ചെയ്യേണ്ട പോലെ കെയർ ചെയ്ത് ഒന്ന് പെർഫെക്റ്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമ്മളെ കുറിച്ച് നെഗറ്റീവ് വിചാരിക്കില്ല. നല്ലത് വരട്ടെ, അത് പാവം കുട്ടി നല്ലതൊക്കെ സംഭവിച്ചു പോകട്ടെ എന്ന് വിചാരിക്കും. ആ കുട്ടിയെ നമ്മൾ പെർഫെക്റ്റ് ആക്കി വെക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇംപ്യൂരിഫിക്കേഷൻ ആണോ? പ്യൂരിഫിക്കേഷൻ ചെയ്യണം നമ്മൾ. ആ ഇംപ്യൂരിറ്റീസിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കണം. ഇംപ്യൂരിഫിക്കേഷൻ പലരും കൺഫ്യൂസ്ഡ്. ഇംപ്യൂരിഫിക്കേഷൻ ശുദ്ധി അല്ലാതാക്കണം. ഇംപ്യൂരിറ്റീസിനെ നമ്മൾ പ്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരിക, പ്യൂരിഫൈ ചെയ്തെടുക്കുക. ആ പ്യൂരിഫൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഔട്ട്കം തരും, നല്ല ഇൻകം തരും, നല്ല ഔട്ട്പുട്ട് കിട്ടുമെന്ന് പറയുന്നത് പോലെ നല്ല ഔട്ട്കം തരും നമുക്ക് എല്ലാ രീതിയിലും. ഞാൻ ഗ്ലാമർ ആണല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ സൂപ്പർ. എന്തെങ്കിലും ഇത് ഇവിടെ എന്തോ ഒരു പാടുണ്ട്, ജസ്റ്റ് അതൊന്ന് തട്ടിക്കളഞ്ഞേക്ക് എന്ന് പറഞ്ഞു, അല്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അത്രയും കെയർ ചെയ്തില്ലോ എന്ന് പറഞ്ഞുള്ള സ്നേഹത്തോടെ കൊണ്ടു നടക്കുക ഫ്രണ്ട്. നമ്മളെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കും. ഒരു കൊച്ചിനെ കുട്ടിയെ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ നമ്മളെ കെയർ ചെയ്യും. നമുക്ക് ആ കെയർ അല്ലേ വേണ്ട? എപ്പോഴും നമ്മളെ കെയർ ചെയ്ത് ഒരു കൊച്ചു കുട്ടിയായിട്ട് നമ്മളെ കെയർ ചെയ്ത് കൊണ്ട് നടക്കാനായിട്ട് നമ്മുടെ കൂടെ ഒരാൾ, ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഹസ്ബൻഡ്, മദർ, ഫാദർ, ബ്രദർ, ആരെങ്കിലും ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ലൈഫ് തന്നെ ജിഞ്ചലാലാണ് അല്ലെ? ഈ ഒരാളാണ് ആ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ നമ്മൾ മസ്റ്റ് ഫ്രണ്ടിനെ പ്യൂരിറ്റി ആക്കി എടുക്കുന്ന കാര്യമൊക്കെ പറയില്ലേ, അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ ഇങ്ങനെ വൃത്തിയാക്കി പ്യൂരിറ്റി ആക്കി എടുക്കുമ്പോൾ നമ്മളിൽ സമ്പത്ത്, നമ്മളിൽ ആരോഗ്യം, നമ്മളിൽ ഐശ്വര്യം, നമ്മളിൽ റിലേഷൻഷിപ്പ് സൂപ്പർ, എല്ലാം പെർഫെക്റ്റ്, 100% പെർഫെക്റ്റ് എന്നിപ്പോ നമ്മളെ മുമ്പോട്ടേക്ക് നമ്മുടെ ആ റിയൽ സെൽഫ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഫോർവേഡ് മുമ്പോട്ട് വയ്ക്കൂ, ധൈര്യമായി പൊക്കോ എന്ന് നമുക്ക് അത്രയും കോൺഫിഡൻസ് നമ്മൾ മുമ്പോട്ടേക്ക് അയക്കും. നമ്മുടെ ലാസ്റ്റ് സെൽഫ് ലവ് ചലഞ്ച് ഉണ്ടായിരുന്ന ആളുകളിൽ 99% എന്ന് പറയാൻ കാരണം അതിനകത്ത് ടാസ്ക് ചെയ്യാത്ത ആളുകളുണ്ട്, നമ്മുടെ കൂടെ യാത്ര ചെയ്യാത്ത ആളുകളുണ്ട്. അവരിൽ നമുക്ക് അത്രയും പ്യൂരിറ്റി വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അതല്ലാതെ ടാസ്ക് ചെയ്ത ആളുകൾ 99 എന്നല്ല 100% പ്രോപ്പർ ടാസ്ക് ചെയ്ത ആളുകൾ അത്രയും ചേഞ്ച് ആണ് അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. അവരുടെ സെൽഫില് എവിടെയാണോ മിസ്റ്റേക്ക് സംഭവിച്ചത്, എവിടെയാണോ തിരുത്തേണ്ടത്, എവിടെയാണോ ഒക്കെ ആക്കേണ്ടത്, എവിടെയാണോ മാറ്റി എഴുതേണ്ടത് എന്ന് ഓരോരുത്തരുടെ സെൽഫിലും മനസ്സിലാകേണ്ടത് മനസ്സിലായി. ചില കാര്യങ്ങൾ മനസ്സിലാക്കുക പോലും ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി മുമ്പോട്ടേക്ക് കുതിച്ചു പോയിട്ടുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്? ഞാൻ പോലും ഞാൻ എന്നെ പോലും അതിശയപ്പെടുത്തുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ ഈ സെൽഫ് ലവ് ചലഞ്ചിൽ ലാസ്റ്റ് ബാച്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പോലും ഇങ്ങനെ കണ്ണു തള്ളിയിരുന്നു പോയി. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട്. എന്തുകൊണ്ടാണ് അത് റിസൾട്ട് കിട്ടിയത്? ഒറ്റ ആഗ്രഹം, അവരുടെ സെൽഫിലെ ഇമ്പ്യൂരിറ്റീസിനെ ക്ലിയർ ചെയ്ത് അവരുടെ സെൽഫിനെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കണമെന്ന് അവർ തീരുമാനിച്ചു.
അവർ തീരുമാനിച്ച ആ നിമിഷം മുതൽ അവരുടെ ഹീലിംഗ് സ്റ്റാർട്ടായി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 21 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവരിലെ പുതിയ ഒരു ചിത്രം പുറത്തേക്ക് വന്നു. പുതിയൊരു സെൽഫ് വന്നു. ആ സെൽഫിനെ ഇവർക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആ സെൽഫിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവർക്കറിയാം, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അറിയാം, എന്ത് വേണമെന്നറിയാം, എന്ത് വേണ്ടെന്നറിയാം. പക്ഷേ ഈ നല്ല സെൽഫ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ലതിലേക്ക് മാത്രമാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ഇല്ല, വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ഇല്ല. എന്താണോ നിങ്ങളുടെ സെൽഫിന് വേണ്ടത് അതിലേക്കാണ്, ഒരു പർപ്പസിലേക്കാണ് യാത്ര. നമ്മുടെ സെൽഫിന്റെ ഏറ്റവും ബെസ്റ്റ് സെൽഫിനെ നമുക്ക് കിട്ടാൻ നമ്മുടെ സെൽഫിനെ നമ്മൾ പ്രണയിക്കണം. നമ്മുടെ സെൽഫിനെ നമ്മൾ പ്രണയിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ അറിയണം, നമ്മളെ തിരിച്ചറിയണം, നമ്മളെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് കൂടെ ചേർത്ത് പിടിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സെൽഫിനെ അറിഞ്ഞ് നമ്മളെ ബെറ്റർ സെൽഫാക്കി നമുക്ക് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നമ്മള് കുട്ടികളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികളെ അടിച്ചു വളർത്തണം കേട്ടോ, കുട്ടികളിൽ എന്തെങ്കിലും ദുശീലം കാണുമെങ്കിൽ ഒക്കെ ആക്കി മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ. ശരിക്കും ഒരു കുഞ്ഞു കുട്ടിയെ, ഒരു 2-3 വയസ്സുള്ള കുട്ടിയെ കെയർ ചെയ്യുന്നത് പോലെ നമ്മൾ കെയർ ചെയ്ത് ആ സ്ട്രൈറ്റ് പാതയിലേക്ക്, ആ റൈറ്റ് ആയിട്ടുള്ള പാതയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നയിക്കണം. ഇതാണ് നേർവഴി, ഇതുവഴി നടന്നോളൂ എന്ന് നമുക്ക് സ്ട്രോങ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് അത്രയും പ്യുവർ ആയിരിക്കണം, ബെസ്റ്റ് ആയിരിക്കണം. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ സെൽഫ് ആയിരിക്കണം. അപ്പൊ വേറെ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യം വരില്ല. ഹാപ്പി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. വെച്ചടി ഉയരമാണ് ചിലരുടെ ലൈഫിൽ നമ്മൾ പറയാറില്ലേ, കുശുമ്പൊക്കെ തോന്നാറില്ല ചിലരുടെ ലൈഫൊക്കെ കണ്ടിട്ട്. എന്തുകൊണ്ടാണ്? അത്രയും സ്ട്രോങ് എനർജി, സ്ട്രോങ് സപ്പോർട്ട് അവരുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് സ്ട്രോങ് സപ്പോർട്ടാണ് അവരുടെ കൂടെ ഉള്ളത്. നിങ്ങൾക്ക് ആ സ്ട്രോങ് സപ്പോർട്ട് വേണമെങ്കിൽ നമ്മുടെ സെൽഫ് ചിലത് ജോയിൻ ചെയ്താൽ കിട്ടും. അഡ്വർടൈസ്മെന്റ് അല്ല കേട്ടോ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ സെൽഫിനെ ആ ബെറ്റർ വേർഷൻ ആയിട്ട് നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫിന് എന്താണോ വേണ്ടത് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ 5 വയസ്സിൽ നേടേണ്ട കാര്യങ്ങൾ 25ാമത്തെ വയസ്സിൽ വന്നിട്ട് എനിക്ക് അവിടെ സംഭവിച്ചത്, അവിടെ വേണ്ടത് ഇതായിരുന്നു, പക്ഷെ എനിക്ക് അവിടെ കിട്ടിയില്ല. എന്താ ചെയ്യണ്ടേ? ആ കുഞ്ഞു കുട്ടികളോട് സമാധാനിപ്പിക്കണ്ടേ? ആ കുഞ്ഞുകുട്ടി ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലോ? ശരിക്കും നിങ്ങൾക്ക് 60 വയസ്സായോ 70ആയോ 80ആയോ അല്ലെങ്കിൽ 40 30 എന്താവട്ടെ, നിങ്ങളിൽ എല്ലാവരും ആ കുഞ്ഞു കുട്ടിയുണ്ട്, ആ നിഷ്കളങ്കമായ ഒരു പാവം പൈതൽ. ഒരു മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 6 മാസം മാത്രം പ്രായമുള്ള, ഒന്നും അറിയാത്ത നിഷ്കളങ്കമായ ആ ഒരു കുട്ടി നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആ കുട്ടിയെ അത്രയും പെർഫെക്റ്റ് ആക്കി നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആ ഒരു പ്യൂരിറ്റി, ആ കുട്ടിയിലെ പ്യൂരിറ്റി ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുഞ്ഞു കുട്ടി ശരിക്കും അത്ര പ്യൂറായിട്ടാണ്. അവരിലൊരു കളങ്കവുമില്ല, ഒരു സങ്കടമില്ല, ഒരു ഈഗോ ഇല്ല, ആരോടും കുശുമ്പില്ല, അസൂയയില്ല, ഒന്നുമില്ല. ഒന്നുമില്ലാതെ പെർഫെക്റ്റ് ആയിട്ടാണ് ആ കുട്ടി ജനിക്കുന്നത്. പിന്നെ എവിടെയാണ് ആ കുട്ടി കുറ്റവാളിയായി പോകുന്നത്? പിന്നെ എവിടെയാണ് ആ കുട്ടി ഒന്നിനും കൊള്ളാത്തവനായി പോകുന്നത്? പിന്നെ എവിടെയാണ് ആ കുട്ടി ബിഗ് സീറോ ആയി പോകുന്നത്? നമ്മുടെ സെൽഫ് തന്നെയല്ലേ അതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ട്, എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിരിക്കും. ഇല്ല. തറപ്പിച്ച് നോ എന്ന് പറയാൻ പറ്റും. ആ തറപ്പിച്ച് നോ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സെൽഫ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ ബെറ്റർ സെൽഫ്, നിങ്ങളുടെ ഹാപ്പി സെൽഫ് നിങ്ങളുടെ കൂടെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും 100% ഉറപ്പാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുമെന്നുള്ളത്. അപ്പൊ നമ്മൾ നമ്മുടെ സെൽഫിനെ സ്നേഹിക്കണ്ടേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്കാണ് നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ചു നാൾ മുമ്പ് ഞാൻ ഇതേ സെയിം ടോപ്പിക് എടുത്തിരുന്നു. അത് വേറൊരു ആംഗിളിലാണ് എടുത്തത്. ഇപ്പൊ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറഞ്ഞു തരികയാണ്. ശരിക്കും നിങ്ങൾ തയ്യാറല്ലേ നിങ്ങളുടെ സെൽഫിനെ സ്നേഹിക്കാനായിട്ട്? ഒന്ന് സ്നേഹിച്ചു നോക്കുക നിങ്ങളുടെ സെൽഫിനെ. നിങ്ങളുടെ ആ കുഞ്ഞു കുട്ടിയെ നിങ്ങളൊന്ന് സ്നേഹിച്ച്, ഒന്ന് തലോടി, ഒന്ന് കെയർ ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ജിഞ്ചലാലായിരിക്കും, അടിപൊളിയായിരിക്കും.
മറ്റേ പാട്ടൊക്കെ പാടിക്കിടക്കും. നക്ക് മുക്കേ നക്ക് മുക്കേ നക്ക് മുക്കേ എന്ന് പറഞ്ഞ് എൻജോയ് ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റും. അത്ര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റും നിങ്ങൾക്ക്. ഡാൻസ് കളിക്കാൻ പറ്റും. നമ്മൾ ഒരു സ്റ്റെപ്പ് ഒന്നും ആലോചിക്കണ്ട. ഒരു ഡാൻസ് ഒരു സ്റ്റെപ്പ് അറിയാത്ത ഒരാൾ പോലും ഒരു സംഗീതം കേൾക്കുന്നതിനനുസരിച്ച് അത് തുള്ളും. അത് മീൻസ് റോക്കിംഗ് സോങ് ആകട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയ സംഗീതം പോലെ ആകട്ടെ, ആ ഒരു സംഗീതത്തിൽ ലയിക്കണം എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു കുട്ടിയുടെ മനസ്സ് വേണം. ഒരു താരാട്ട് പാട്ട്, ആ താരാട്ട് പാട്ട് കേട്ട് അതിലേക്ക് മുഴുകണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു കുട്ടിയുടെ മനസ്സ് വേണം. എത്ര സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന ആളാണെങ്കിലും, എത്ര വർക്ക് ലോഡ് ഉള്ള ആളാണെങ്കിലും ഒരു കുഞ്ഞു കുട്ടിയെ കാണുമ്പോൾ ചിരിക്കില്ലേ? ഒന്ന് ആലോചിച്ച്. അതോ നിങ്ങൾ കുട്ടിയെ കാണും എന്താ പക്ഷെ നോക്കി ചിരിക്കുന്നേ, ചിരിക്കരുത് ചിരിക്കരുത് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നവരല്ലോ നിങ്ങൾ. ആരുടെ മനസ്സലിഞ്ഞു പോകും ഒരു കുഞ്ഞു കുട്ടി നമ്മളെ നോക്കി ചിരിക്കുന്നത് കാണുമ്പോൾ? നമ്മൾ ലല്ലു എന്ത് മൂവി എന്നൊക്കെ നമ്മൾ കളിപ്പിക്കാൻ പോകില്ലേ? ശരിക്കും അങ്ങനെ ഒരു കളിപ്പിക്കേണ്ട നമ്മളൊരു കുഞ്ഞു പാവ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ആ കളിപ്പിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് വല്ലാത്ത സന്തോഷമായിരിക്കും. ചില കുട്ടികൾ കരയും, അപരിചിതരായിട്ടുള്ളവരെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ സെൽഫ് നമ്മളെ തിരിച്ചറിയാതെ വരും. ഇത് ഇത്രയും നാളും എന്നെ ദേഷ്യം പിടിപ്പിച്ച ആളിപ്പോ എന്തെന്നെ കളിപ്പിക്കുന്നത്, താരാട്ട് പാട്ടുന്ന ലല്ലല്ല ഒക്കെ വെക്കുന്നു, ഇതൊക്കെ എന്താ സംഭവം എന്നൊക്കെ ഓർക്കും. ശരിക്കും അവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ സെൽഫ് നമ്മൾ ഇത്രയും നാൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു ദിവസം സ്നേഹിക്കാൻ പോയാൽ ആ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ സെൽഫ് തയ്യാറാവുമോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പതിയെ ചിരിച്ച് കാണിച്ച് ഒന്ന് അടുത്തൊക്കെ പോയിരുന്ന് ഒന്ന് പതിയെ ഒന്ന് സ്നേഹിച്ച് ഒന്ന് കൂടെ നിർത്തി ഒരു സെൽഫിയൊക്കെ എടുത്ത് പതിയെ 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 നമ്മൾ ആ കുട്ടിയെ ഇങ്ങനെ കോരി ഇങ്ങനെ എടുക്കും. അതല്ലാതെ ഓടിപ്പോയിട്ട് ഭാവവേദന എടുത്താൽ എല്ലാ കുട്ടികളും വരില്ല. അപ്പൊ നമ്മുടെ സെൽഫിനെ നമ്മൾ എങ്ങനെയാണ് ഇതുവരെ നോക്കിയിട്ടുള്ളത്, അതുപോലെ ഇരിക്കും നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ സെൽഫ് ഓടി വരണോ വേണ്ടയോ എന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും നമ്മുടെ സെൽഫിനെ വല്ലാതെ പ്രണയിച്ചാൽ മാത്രം മതി. അന്ന് സെൽഫിന് കെയർ ആഗ്രഹിക്കുന്ന സമയത്ത് കൊച്ചു കുട്ടികൾ നമുക്ക് അവരെ കെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് വലിയ ഹാപ്പി ആയിരിക്കും. അവർ കെയർ ചെയ്ത സമയം അവർ പറയും എനിക്ക് തലവേദന എടുക്കുന്ന, സുഖമില്ല, അങ്ങനെയൊക്കെ പല കാരണങ്ങളും പറയും. പല കാരണങ്ങളും പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ കുഞ്ഞു കുട്ടി നമ്മളുടെ ആ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് പലതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആ ഒരു അറ്റൻഷന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കെയർ ചെയ്യാന്, നമ്മളൊന്ന് തലോടാന്, ലാളിക്കാന്, ആ ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ അറ്റൻഷൻ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ, അല്ലെ ആ ഒരു കെയർ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വല്ലാത്ത സങ്കടമാകും. അതുപോലെയാണ് നമ്മുടെ ഉള്ളിലെ ആ കുഞ്ഞു കുട്ടിയെ കാണിക്കുന്നത്. നമ്മുടെ ആ ഒരു കെയർ, നമ്മളുടെ ആ ഒരു ശ്രദ്ധ ഒന്ന് പിടിച്ചു പറ്റാൻ വേണ്ടി പല കുസൃതികളും കാണിക്കും. പക്ഷെ ആ കുസൃതികളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മൾ നമ്മളെ അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ നമ്മളെ മറന്നു പോയത് കൊണ്ടാണ്. നമ്മളുടെ കുഞ്ഞു കുട്ടിയെ നമ്മൾ എവിടെയോ കളഞ്ഞു പോയത് കൊണ്ടാണ്. ചില ആളുകൾ, ശരിക്കും ഞാൻ പണ്ട് കുഞ്ഞിലെ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഗോൾഡ് കളഞ്ഞു പോകുമായിരുന്നു. ഞാൻ വളരെ റിച്ച് ഒന്നും അല്ല, പക്ഷെ എന്റെ ഫാദർ ഗൾഫിലായിരുന്നു. അപ്പം ഞാൻ എന്റെ സിസ്റ്റേഴ്സുമായിട്ട് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് വരുമ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരും. പക്ഷേ ഞാൻ പെട്ടെന്ന് ഈ സാധനം എനിക്ക് തന്നു. ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ അത്യാവശ്യം നല്ല രീതിയിൽ കമ്മൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പം ആ ഒരു സാധനം ഞാന് കൊണ്ടു കളയുന്ന സമയത്ത് ഇവരെന്നെ വഴക്ക് പറയും. നല്ല നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യും. എന്നിട്ട് ഞാനത് സ്ഥിരമാണ് പരിപാടി. മീൻസ് ഞാൻ അറിഞ്ഞുകൊണ്ട് കൊണ്ട് കളയുന്നതല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ പോലും അവരെന്നെ വഴക്ക് പറയാറുണ്ട്. അത്ര കെയർ എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണ്. ചില സമയം നമ്മൾ ആ കെയർ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. കൊണ്ടുക്കളയല്ല, അവരെന്നെ ഒന്നും പറയില്ല, അതൊന്നും സാരമില്ല എന്നൊക്കെ കരുതിയിട്ട്. ചില സമയം വല്ലാത്ത പേടിയാണ്. ചില സമയം എന്നല്ല, ചില പേരൻസിന് മക്കൾക്ക് പേടിയാണ്. അയ്യോ ഇത് കൊണ്ടുക്കളഞ്ഞാൽ അവരെന്നെ അടിക്കും, എന്റെ അമ്മേനെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയിരിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് കമ്മല് കാണാതിരിക്കാൻ വേണ്ടി മുടിയൊക്കെ ഇങ്ങനെ മാറ്റി 2-3 ദിവസം കൊണ്ട് നടക്കും ചില കുട്ടികള്. ശരിക്കും അവിടെ സംഭവിക്കുന്നത്, അവർക്ക് നമ്മുടെ മക്കൾക്ക് നമ്മളോട് ദേഷ്യം തോന്നാൻ അല്ലെങ്കിൽ പേടി തോന്നാനുള്ള കാരണം എന്താണ് സംഭവിക്കുന്നത് അറിയുമോ? നമ്മൾ അവരിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കുന്ന സമയം ആ സ്നേഹത്തോടൊപ്പം ഭയവും ദേഷ്യവും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്.
ശരിക്കും നമ്മളുടെ കുട്ടികൾക്കെല്ലാം നമ്മളുടെ ക്യാരക്ടർ തന്നെയാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് കണ്ടാണ് ആ കുട്ടികൾ പഠിക്കുന്നത്. ആ കുട്ടികളെ വളർത്തുന്നവരും ആ കുട്ടികളുടെ ചുറ്റുപാടുമുള്ള ആളുകളും എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് കണ്ടും അറിഞ്ഞുമാണ് ആ കുട്ടികൾ വളരുന്നത്. എന്നിട്ട് കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, അഹങ്കാരി, നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തൊക്കെ അവരെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. ചിലപ്പോൾ തല്ലുകയൊക്കെ ചെയ്യും. കുറച്ച് സമാധാനമായിട്ടിരുന്ന് ആലോചിച്ച് മനസ്സിലാവും, പണ്ട് ഞാനും ഇതേ പ്രായത്തില് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. സെയിം ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അല്ലേ? ഇത് തന്നെയാണ്. നമ്മൾ സ്നേഹം ഒരു മിക്സിങ്ങും ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നമ്മളോട് പറയാൻ പേടിയോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നും ഉണ്ടാകില്ല. പല കാര്യങ്ങളും പറയാൻ അവർക്ക് സ്നേഹമേ ഉണ്ടാവുള്ളൂ. അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് അവർ എപ്പോഴും ആഗ്രഹിക്കും. പ്രൊട്ടക്ഷൻ കിട്ടുന്നവർ വിചാരിക്കും ആ പ്രൊട്ടക്ഷൻ ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നതും. അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പം നമ്മൾ ഇനി നമ്മളുടെ കുട്ടികളെ സ്നേഹിക്കുമ്പോൾ ഇനി വരും തലമുറയെ നമ്മളെ കെയർ ചെയ്യുന്നത് പോലെ നമ്മുടെ വരും തലമുറയെ നമ്മൾ കെയർ ചെയ്യുന്നത് മിക്സിംഗ് ഇല്ലാത്ത സ്നേഹം കൊടുക്കുക. അൺകണ്ടീഷണൽ ലവ്. ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അൺകണ്ടീഷണൽ ആയിട്ട് അങ്ങ് സ്നേഹിച്ചുകൊള്ളുക. ഞാൻ എവിടെയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. നമ്മളുടെ കയ്യിൽ സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും? നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും? ഞാനിപ്പോ നിങ്ങളോട് 1000 രൂപ തരുമോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. എങ്ങനെ നിങ്ങൾ എനിക്ക് 1000 രൂപ തരും? ആലോചിച്ച് നോക്കിയേ. എങ്ങനെ തരും നിങ്ങൾ എനിക്ക് 1000 രൂപ? ഉണ്ടെങ്കിലല്ലേ തരാൻ പറ്റുള്ളൂ. നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ തുടങ്ങിയാൽ നമ്മൾ ഒരു സ്നേഹത്തിന്റെ അമൃത ഒരു നിറകുടമായിട്ട് മാറും. സ്നേഹത്തിന്റെ ഒരു നിറകുടം എന്നൊക്കെ പറയില്ലേ? അപ്പൊ നമ്മളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതായത് ഒഴുകുന്നതിനനുസരിച്ച് നമുക്ക് ബ്ലെസ്സിങ്സ് വന്നുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ ബ്ലെസ്സിങ്സ് ഇങ്ങനെ അടിഞ്ഞ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ ഹാപ്പിനെസ് കൂടിക്കൊണ്ടേയിരിക്കും. അത് നിറകുടം ഇങ്ങനെ ഒഴുകും തോറും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് പോലും അതിന്റെ ബ്ലെസ്സിങ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. പറഞ്ഞപ്പോ തന്നെ വല്ലാത്തൊരു രോമാഞ്ചം, വല്ലാത്തൊരു ഫീൽ, ഇങ്ങനെ ഒഴുകുന്നൊരു ഫീല്. ശരിക്കും നമ്മൾക്കെല്ലാം അങ്ങനെ ഒഴുകണ്ടേ? ആ ഒരു ഫീല് വരണ്ടേ? നമ്മൾ കാരണം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഹാപ്പി ആകാണ് അവിടെ. വാവ്! എന്ത് രസാണല്ലേ? നമ്മൾ കാരണം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഹാപ്പി ആകുന്നത്. നല്ല രസമല്ലേ കാണാൻ? നമ്മൾ നമ്മുടെ സെൽഫിനെ ഏറ്റവും ബെറ്റർ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റും നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നമ്മൾ തമാശ പറഞ്ഞ് സന്തോഷിപ്പിക്കുകയല്ല വേണ്ടത്. നമ്മളിലൂടെ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ലവ് അവരിലേക്ക് പോകുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു ഫ്ലോ ആണ് അവിടെ ഉണ്ടാകേണ്ടത്. അതല്ലാതെ നമ്മളിങ്ങനെ സ്നേഹം വ്യാപിച്ച് ആ ചക്കരയും മുത്തി പഞ്ചാരയും നമ്മൾ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല. ആ വേർഡ്സ് ഓൺ ദി സ്പോട്ടിൽ തന്നെ ഡിസ്ട്രോയ് ആയി പോകും. നശിച്ചു പോകും ആ വേർഡ് അപ്പൊ തന്നെ. നിലനിൽക്കില്ല. പക്ഷെ നമ്മളിലൂടെ ഫ്ലോ ചെയ്യുന്ന ആ ഒരു സ്നേഹമാണെങ്കിൽ തീർച്ചയായും അത് നിലനിൽക്കും. അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഷുവർ അല്ലേ? സംശയമുണ്ട് നിങ്ങൾക്ക്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ സ്നേഹിക്കുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുത്തോണ്ടിരിക്കുക. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്. നിങ്ങൾ റെഡിയാണോ? ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സെൽഫ് ലവ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഷെയറും കെയറും ലവും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കിട്ടുന്ന അറിവുകൾ നിങ്ങൾ ആ ഒരു വിചിന്തമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുത്ത് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നോക്കുക. ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല ഇതെന്ത്, ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങള്. മേ ബി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാകാം ഞാൻ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് എനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. നിങ്ങൾ റെഡിയാണോ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്?
ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ വളരെ 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 വലിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ കഴിയും. ചെറിയൊരു കാര്യമല്ലേ വലിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇതിനെയല്ലേ മിറാക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ച് നമ്മുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കാൻ പറ്റില്ലേ, കൊണ്ടുവരാൻ പറ്റില്ലേ? ജസ്റ്റ് ട്രൈ. നിങ്ങളുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, ഇമ്പ്രൂവ് ചെയ്യണോ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നോട് ഓപ്പൺ ആയിട്ട് പറയാം. വേണമെങ്കിൽ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യാം. നമ്മുടെ ഫ്രീ വെബിനാറിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തോളുക. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. സി യു നെക്സ്റ്റ് വീക്ക്. അപ്പൊ നെക്സ്റ്റ് വീക്ക് എല്ലാവരും കറക്റ്റ് ലൈവിൽ വന്നിരിക്കുക. നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ വീഡിയോ മോഡിൽ തന്നെ വന്നിരുന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഒരു എം ഡി കപ്പായിട്ട് വന്നിരുന്ന് കേട്ടോളുക. ബൈ.